വയനാട് DMO ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥ ആരോപിച്ച് അവിടെ നേരിയ തോതിൽ ഉന്തും തള്ളും നടക്കുന്നുണ്ട്. പോലീസ് ബാരിക്കേഡ് മറികടക്കാനുള്ള പ്രവർത്തകരുടെ ശ്രമം കൂടി അവിടെയുണ്ട്. കാളിദാസൻ ദേവദത്തമാണ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നത്. കാളിദാസൻ, പ്രതിഷേധക്കാർ ഇപ്പോൾ ഈ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമത്തിലാണല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? അതുതന്നെയാണ് ഉന്മേഷ്. ബാരിക്കേഡ് മറികടന്ന് നിരവധി പ്രവർത്തകർ ഇപ്പോൾ DMO ഓഫീസിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരെ പോലീസുകാർ പിടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നു. അത്തരത്തിലൊരു സംഘർഷാവസ്ഥ തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. വലിയ രീതിയിൽ പ്രവർത്തകരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പോലീസുകാർ എന്നുള്ളതും കൂടിയുണ്ട്. ബാരിക്കേഡ് മറികടക്കാൻ ഏറെ നേരം ശ്രമിച്ചു. ഒടുക്കം ആ ബാരിക്കേഡ് മറികടന്ന് DMO ഓഫീസിലേക്ക് ഇരച്ചു കയറുന്നു പ്രവർത്തകർ എന്നുള്ളതും കൂടിയാണ്. ആ ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമായി കാണാം. ആരോഗ്യ വകുപ്പിന്റെ അനാസ്ഥക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് ഇവിടെ വയനാട് മാനന്തവാടി DMO ഓഫീസിൽ നടക്കുന്നത്. നിരവധി പ്രവർത്തകർ മറികടന്ന് ഇപ്പോൾ ഉള്ളിലേക്ക് DMO ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പോലീസിനെ നിയന്ത്രിക്കാനാവാത്ത വിധം രീതിയിൽ അവർ അതിനെ അല്ലെങ്കിൽ പോലീസിനെ ചെറുത്ത് തോൽപ്പിക്കുന്ന രീതിയിൽ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും കൂടിയാണ്. നമുക്ക് അവർ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത്. DMO ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നു. അതിനുള്ളിൽ ഇപ്പോൾ ഉള്ളിലേക്കാണ്. വയനാട് DMO ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച്. ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥ ആരോപിച്ചാണ് ഇപ്പോൾ മാർച്ച് നടക്കുന്നത്. ശസ്ത്രക്രിയാ പിഴവ് ഉൾപ്പെടെ സംഭവിക്കുന്ന പശ്ചാത്തലമുണ്ട്. ചികിത്സാ പിഴവ് പരാതികൾ ഉയരുന്ന പശ്ചാത്തലമുണ്ട്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ ഈ പ്രക്ഷോഭം. വയനാട്ടിൽ ജില്ലാ മെഡിക്കൽ ഓഫീസിലേക്കാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നത്. ബാരിക്കേഡ് വെച്ച് പ്രതിഷേധക്കാരെ തടയാൻ പോലീസ് ശ്രമിച്ചു. പക്ഷേ ബാരിക്കേഡ് മറികടന്ന് ഒരു കൂട്ടം പ്രവർത്തകർ ഓഫീസിന്റെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. കാളിദാസൻ ദേവദത്തം തുടരുന്നുണ്ട്. കാളിദാസൻ, വിവരങ്ങൾ. ഉന്മേഷ്, അത് തന്നെയാണ്. ബാരിക്കേഡ് മറികടന്ന് വന്ന പ്രവർത്തകർ ഉള്ളിൽ DMO ഓഫീസിന് സമീപത്തെത്തി. കാരണം ബാരിക്കേഡ് മറികടന്ന് ഉള്ളിലേക്ക് എത്തിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ആരോഗ്യമന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം വയനാട് മാനന്തവാടി DMO ഓഫീസിലേക്ക് നടക്കുന്നത്. മുദ്രാവാക്യം വലിയ എത്രത്തോളം ശക്തമാകുന്ന രീതിയിലാണ്. എന്തായാലും DMO ഓഫീസിലേക്ക് അകത്തേക്ക് കടന്നിട്ടില്ല എന്നുള്ളതും കൂടെ മനസ്സിലാക്കുന്നു. ആ DMO ഓഫീസിന് സമീപത്തായി പോലീസ് കൃത്യമായി തടഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ ബാരിക്കേഡ് മറികടന്ന് അല്ലെങ്കിൽ ഏറെ നേരം പണിപ്പെട്ട് തന്നെ ആ ബാരിക്കേഡ് മറികടക്കാനൊക്കെ ശ്രമിച്ചു. എന്നാൽ ഇതിന്റെ വശത്തു കൂടെ തന്നെ പ്രവർത്തകർ ഒരു ഭാഗത്തുകൂടെ കയറുകയായിരുന്നു. ആ ഒരു ഭാഗത്തുകൂടെ കയറിയപ്പോൾ തന്നെ നിയന്ത്രിക്കാനാവാത്ത വിധം പ്രവർത്തകർ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. DMO ഓഫീസിലേക്ക് അകത്തേക്ക് കയറാൻ സാധിച്ചിട്ടില്ല. എന്നാൽ അതിന് തൊട്ടു മുമ്പേ തന്നെ പോലീസുകാർ അവരെ തടഞ്ഞു നിർത്തി ഇപ്പോൾ അവിടെ ഇരുന്നുള്ള പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത്. ഉന്മേഷ്, പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകർ ഇപ്പോൾ ഓഫീസ് കോമ്പൗണ്ടിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. സർക്കാരിനെതിരെ, ആരോഗ്യവകുപ്പിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. ചികിത്സാ പിഴവ് ആരോപണങ്ങൾ തുടർച്ചയായി ഉയരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ കാര്യങ്ങളിലൊക്കെ ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥ ആരോപിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നത്. ആരോഗ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നേരത്തെയും ഉണ്ടായിരുന്നു. പലയിടങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഇന്ന് കണ്ണൂർ ഇരിക്കൂറിൽ ആരോഗ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. അങ്ങനെ ഈ വിഷയത്തിൽ സംസ്ഥാനത്തുടനീളം പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് വയനാട് DMO ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടന്നത്. ബാരിക്കേഡ് വെച്ച് മാർച്ച് തടഞ്ഞിരുന്നു. പക്ഷേ ഒരു കൂട്ടം പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് ഓഫീസ് കോമ്പൗണ്ടിലേക്ക് തള്ളിക്കയറുകയായിരുന്നു. പോലീസ് അവരെ തടഞ്ഞു. ഇപ്പോൾ പ്രവർത്തകർ അവിടെ കൂടി നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. കാളിദാസൻ ദേവദത്തം തുടരുന്നുണ്ട്. കാളിദാസൻ, ഈ പ്രവർത്തകർ അവിടെ നിന്ന് പിരിഞ്ഞു പോകാനുള്ള തയ്യാറെടുപ്പിലാണോ? വിവരങ്ങൾ. ഉന്മേഷ്, പിരിഞ്ഞു പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലല്ല. അവർ പ്രതിഷേധമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ നിരവധി പ്രവർത്തകർ ഒരുമിച്ച് ഈ ബാരിക്കേഡിന്റെ ഇപ്പുറത്തായി അവർ പ്രതിഷേധവും മുദ്രാവാക്യവും ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. വലിയ രീതിയിലുള്ള മുദ്രാവാക്യം ആരോഗ്യമന്ത്രിക്കെതിരെ, ആരോഗ്യ വകുപ്പിനെതിരെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും കൂടിയാണ് നമുക്ക് വ്യക്തമാകുന്നത്. അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ്. എങ്ങനെയാണ് ഈ പ്രതിഷേധം മുന്നോട്ട് പോവുകയാണ്? കേരളത്തിന്റെ എല്ലാ ജില്ലകളും ആരോഗ്യവകുപ്പിനെതിരെ ഗുരുതര അനാസ്ഥയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. വയനാട്ടിൽ പഞ്ഞുകൊണ്ടാണ് തുന്നിക്കെട്ടുന്നതെങ്കിൽ അത് ആലപ്പുഴയിൽ എത്തുമ്പോൾ കത്രിക വെച്ച് തുന്നിക്കെട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് മുന്നോട്ട് പോവുകയാണ്. കേരളത്തിനാകെ അപമാനകരമായിട്ടുള്ള ഒരു മന്ത്രിയായി ഇന്ന് വീണ ജോർജ് മാറിയിരിക്കുകയാണ്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിൽ ഏറ്റവും കഴിവുതട്ട മന്ത്രിയായി
ശ്രീ വീണ ജോർജ് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇന്ന് വയനാട് DMO ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയിട്ടുള്ളത്. ഞായറാഴ്ച മന്ത്രി വയനാട്ടിൽ എത്തുമെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ മന്ത്രിയെ വയനാടിന്റെ എല്ലാ വഴികളിലും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് തടയുമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതുതന്നെയാണ് ഈ ശരി. വരും ദിവസങ്ങളിൽ, അതായത് ശരി കാളിദാസൻ, ഞായറാഴ്ചയോടുകൂടി തന്നെ വയനാട്ടിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം DMO ഓഫീസിലേക്ക് പ്രവർത്തകർ ഇപ്പോഴും കോമ്പൗണ്ട് വളപ്പിലുണ്ട്. മുദ്രാവാക്യം വിളിക്കുകയാണ്. അവർ ആരോഗ്യവകുപ്പിനെതിരെയും മന്ത്രിക്കെതിരെയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.